ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ഫിറ്റ് ആൻഡ് ക്രാഫ്റ്റ് സോണിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി ഗാർഡനിങ് ഐഡിയ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പൈപ്പിൻ്റെ കഷ്ണവും അതേപോലെ തന്നെ കുറച്ച് ചിരട്ടകളൊക്കെ ഉപയോഗിച്ചിട്ട് അടിപൊളിയാക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വർക്കാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യാം. എന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇതുപോലൊരു പൈപ്പിൻ്റെ കഷ്ണമുണ്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് കുഴഞ്ഞ രൂപത്തിലുള്ള പൈപ്പല്ല, ഒത്തിരി സ്റ്റിഫായി നിൽക്കുന്ന, അതായത് ബലമുള്ള ഒരു ടൈപ്പ് പൈപ്പാണ്. നല്ലപോലെ വളച്ചിട്ട് അതിൻ്റെ രണ്ടറ്റവും കൂട്ടിയിട്ട് ഞാൻ ഒരു മരത്തിൻ്റെ കണ്ടോ ഇതുപോലെ ഒരു കഷ്ണം ഇട്ടിട്ട് അവിടെ ഏച്ചു കൊടുത്തതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഈ ചൂടിക്കയർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഈ പൈപ്പിൻ്റെ കഷ്ണത്തിന്മേൽ നല്ലപോലെ ഞാൻ ചൂടിക്കയർ ചുറ്റിയെടുത്തിട്ടോ നല്ല അടുപ്പിച്ച് തന്നെ ചുറ്റി കൊടുക്കുക. നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബോക്സാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വിമ്മിൻ്റെ ഒരു ബോക്സാണ്. വിമ്മിൻ്റെ കൂടെ കിട്ടുന്ന ഇത് 4 ഹോൾസ് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അതായത് വെള്ള അക്രിലിക് പെയിൻറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ചിരട്ടയാണ്. ചിരട്ട ഞാൻ അധികം അതിൻ്റെ മേലുള്ള ആ ഒരു ഇതൊന്നും അധികം കളയാതെ ഞാൻ വെള്ള കളറ് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളതാണിത്. പിന്നെ നമ്മുടെ ബോക്സ് ഒരു ഗ്രീൻ കളറാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്മേലും ഗ്രീൻ കളർ കൊണ്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തതാണ്. പക്ഷേ അതിന്മേലുള്ള ആ നാരൊന്നും അധികം കളയാത്തതുകൊണ്ട് തന്നെ ഡോട്ട് അധികം ക്ലിയർ ആയി വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അത് ഓരോ ലൈൻസ് ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഓരോ ത്രികോണം മാതിരി ഇങ്ങനെ വരച്ചിട്ട് എടുത്തതാണിത്. ഇങ്ങനെ നമുക്ക് 3 ചിരട്ടകളാണ് ഈ ഒരു ക്രാഫ്റ്റിനായിട്ട് വേണ്ടത്. അപ്പോൾ 3 ചിരട്ട ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ ടേർട്ടിൽ വൈനാണ് കേട്ടോ ഞാനിതിൽ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് ഡിസൈൻ ചെയ്യണില്ല. അത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും അത് ഇറങ്ങി വന്നിട്ട് ഈ ചിരട്ടയൊക്കെ കവർ ചെയ്യുമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതിയിലാണ് റഫായിട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 3 ചിരട്ടകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചുറ്റിയെടുത്ത ഈ പൈപ്പുമ്മൽ ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. അതിനായിട്ട് ഈർപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈർപ്പയാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വിട്ടു നിന്നൊന്നും കാണുമ്പം അത് നമ്മൾ എന്തുകൊണ്ടാണ് കെട്ടിയതെന്നും മനസ്സിലാവില്ലല്ലോ. അത് ചിരട്ട മാത്രം തൂങ്ങി നിൽക്കണ മാതിരിയാണ് തോന്നുക. അപ്പോൾ ഈ ചിരട്ടയ്ക്ക് ഞാൻ 2 ഹോൾസ് ഇട്ടിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നതാണ്. 2 സൈഡിലായിട്ട് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ വീതം എടുത്തിട്ട് ഇതുപോലെ ഡ്രില്ല് വെച്ചിട്ട് ഹോൾ ഇട്ടതാണ്. അപ്പോൾ ആദ്യം ഹോൾ ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ പെയിൻറ്റ് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടി പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഹൈറ്റൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഇത് ഈ ഒരു പൈപ്പിൻ്റെ കഷ്ണത്തുമ്മേ വെച്ച് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഞാനൊരു ചിരട്ടയാണ് കെട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ അതിലൊന്ന് വളയത്തുമ്മലൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും കെട്ടുമ്പോൾ ഒരേ ഹൈറ്റിലാവണേ. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഞാൻ കെട്ടിയെടുത്തിട്ടുള്ളത്. അതായത് ഈ സെൻറ്ററിലുള്ളത് ഒരു അല്പം താത്തിയിട്ടും മറ്റത് രണ്ടും ഈ ഒരു രീതിയിലുമാണ് കെട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു ബോക്സും കൂടെ ഇതിന്മേലൊന്ന് വെച്ചിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കണം. നമ്മൾ നേരത്തെ ഹോൾസ് ഇട്ടല്ലോ, അതിൻ്റെ ഉള്ളിലൂടെ പ്ലാസ്റ്റിക്കിൻ്റെ കയർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് കോർത്തെടുക്കേണ്ടത്. അതായത് പുറത്തുനിന്ന് ഉള്ളിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇത് സെൻറ്ററിൽ കെട്ടിയ ഈ ചിരട്ടൻ്റെ അതിൻ്റെ മുകളിലായിട്ട്, അതായത് അതിൻ്റെ ആ ഈർപ്പയുടെ മുകളിലായിട്ട് നമുക്കിത് നല്ല ടൈറ്റിലൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഡബ്ബ അല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ ഇതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വെച്ച് ഇതുപോലെ അങ്ങ് കെട്ടിക്കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽ പ്ലാന്റ്സ് നട്ടു കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ നിറച്ച് കൊടുക്കുക. അപ്പോൾ ഇത് മണലോട് കൂടിയ മണ്ണും പിന്നെ ചകിരിച്ചോറും ആട്ടിൻകാഷ്ടും മിക്സ് ആക്കിയിട്ടുള്ള പോട്ടിംഗ് മിക്സ്ചറാണ്. ഇത് നമുക്ക് ഇതിൽ 3-ലാക്കിയിട്ടൊന്ന് നിറച്ച് കൊടുക്കാം.
അപ്പോൾ ഈ 3 ഐറ്റം പ്ലാന്റ്സ് ആണ് ഞാൻ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഈ വള്ളി പോലെ ഉള്ളതും മറ്റേത് രണ്ടും ഒന്ന് ടെട്രൽ വൈനാണ്, അതായത് ഇങ്ങനെ ഇറങ്ങി വരുന്ന ചെടിയാണുള്ളത്, അത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പച്ച ബോക്സിലാണ് ഞാൻ കയറിപ്പോണ ഈ വള്ളി പോലെയുള്ള ചെടി വെച്ചിട്ടുള്ളത്. അത് ആ റൗണ്ടിൻ്റെ ചുറ്റും ഇങ്ങനെ കയറിപ്പോയിക്കോളും. പിന്നെ മറ്റേത് ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നോളും. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ നല്ല ഭംഗിയാവും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ പ്ലാന്റ്സൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ചിരട്ട ഇങ്ങനെ ആടിക്കളിച്ച് അതായത് ഒരു സൈഡൊക്കെ ചെരിഞ്ഞൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈർപ്പം കൂടെ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ സിറ്റ് ഔട്ടിൽ ഈ ഒരു കോർണറിലാണ് ഇതിനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള ഒരു ഹുക്കിലൂടെ ഒരു കയറ് കോർത്തിട്ട് ഇങ്ങോട്ട് ഇറക്കിയിട്ട് ഇതിന്മേൽ കെട്ടി കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഇപ്പോൾ കാണുന്നേക്കാളും ഒന്നും കൂടെ ഭംഗിയാവും കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പോൾ കാണുമ്പോൾ ഇതൊന്നുകൂടി വളർന്നൊക്കെ വരുമല്ലോ. അപ്പോൾ ഈ വള്ളി ഇതിലാകെ ചുറ്റിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ മറ്റേതൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അങ്ങനെ നല്ലൊരു ഭംഗിയാവും കാണാനായിട്ട്. അപ്പോൾ കുറച്ച് ദൂരെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഈർപ്പൊന്നും കാണുന്നില്ല കേട്ടോ. ഈ ചിരട്ട എങ്ങനെ ഇവിടെ ഹാങ് ചെയ്ത് വെച്ചെന്നുള്ളൊരു അത് അറിയില്ലല്ലോ പെട്ടെന്ന് കാണുന്നവർക്ക്. അങ്ങനെ നമ്മളെ ഗാർഡനിലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഐറ്റം ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.